നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പെത്തി. ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുകയായ 4000 രൂപ വീതം വിതരണം ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ ഉത്തരവ് എത്തിയിരിക്കുന്നത്. നിലവിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി കൈകളിലുമായാണ് തുക എത്തിക്കൊണ്ടിരുന്നത്. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓണത്തോടനുബന്ധിച്ചുള്ള 2 ഗഡു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കാൻ പോവുകയാണ്. വീട്ടിലെ പെൻഷൻ വിതരണം ഇനി കിടപ്പു രോഗികളടക്കം ഒഴിവാക്കാനാകാത്തവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയാൽ മതിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇത് തത്വത്തിൽ അംഗീകരിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സഹകരണ സംഘങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴിയായിരുന്നു പെൻഷൻ വീട്ടിൽ എത്തിയിരുന്നത്. വിതരണത്തിന് നൽകുന്ന ഇൻസെന്റീവ് നഷ്ടമാകുമെന്നാണ് UDF സർക്കാരിന്റെ കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കേന്ദ്ര മാനദണ്ഡം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൈകളിൽ തുക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ. അതിനാൽ കൈകളിൽ തുക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കേണ്ടതാണ്. കേന്ദ്രവിഹിതം വിതരണം ചെയ്തിരുന്നത് പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം ഇനി മുതൽ നടപ്പിലാക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡുകളാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതെന്നും സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു. എന്നാൽ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ അർഹർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, ഇരട്ടിപ്പുകൾ കൂടുന്നു, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല, സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവായി നൽകേണ്ട അധിക ചിലവ് തുടങ്ങിയ ന്യായം പറഞ്ഞാണ് പുതിയ അട്ടിമറി. വിതരണം ചെയ്യാത്ത തുക തിരിച്ചടക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ താമസം വരുത്തുന്നു എന്ന വിചിത്രവാദവും ഉയർത്തുകയാണ്. കേന്ദ്രം എന്ത് തീരുമാനിച്ചാലും LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം പെൻഷൻ വിതരണത്തിലോ കൊടുക്കുന്ന സമയത്തിലോ മാറ്റം വരുത്തിയിട്ടില്ല എന്നും നിബന്ധനകൾക്ക് വിധേയമായി 7 ലക്ഷത്തോളം പേർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും പഴയ സർക്കാർ മുൻകൂറായി ഗുണഭോക്താക്കൾ എത്തിച്ചിരുന്നു എന്നും പ്രതിപക്ഷ സഭയിൽ ഉന്നയിച്ചു. എന്നാൽ സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനാൽ 10 ദിവസത്തോളം താമസമെടുക്കുന്നുണ്ടെന്ന് എല്ലാ ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ട് സിസ്റ്റത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ദിവസം തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി.